പഴയ ടയർ കൊണ്ട് പിന്നെ കുറച്ച് കയറും പഴയ തുണികളൊക്കെ വെച്ച് നമ്മളൊരു അടിപൊളി ഊഞ്ഞാലുണ്ടാക്കി ഇപ്രാവശ്യം. അതാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ ഉപയോഗിച്ച ടയറാണ്, കാറിൻ്റെ മാറ്റിയ സമയത്ത് ബാക്കി വന്ന ടയർ, പിന്നെ കുറച്ച് കയറുകൾ. നമ്മുടെ ഈ ടയറാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ടയർ നമ്മൾ ചെറിയ ചൂടിക്കയറില്ലേ, നമ്മൾ സാധാരണ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ആ കയറ് വെച്ച് മടഞ്ഞിട്ട് ഇതുപോലെ ഒരു അടിപൊളി ഔട്ടർ കവർ കൊടുത്തു. എന്നിട്ട് അതൊരു ഊഞ്ഞാലാക്കി മാറ്റി. കുട്ടികൾക്കും കുറച്ച് അത്യാവശ്യം പ്രായമുള്ളവർക്കൊക്കെ ആടാൻ പറ്റുന്ന വിധത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഊഞ്ഞാലാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഒരു പഴയ ടയർ, ഉപയോഗിച്ച് കഴിഞ്ഞ ടയർ, പിന്നെ ചെറിയ കയർ. നമുക്കിതിൽ എല്ലാതരം കയറും ഉപയോഗിക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയ തിക്നെസ് കുറഞ്ഞ നേരിയ കയറാണ്. വലിയ കയർ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം, പിന്നെ പ്ലാസ്റ്റിക് കയറാക്കാം, ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഇതിനനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷേ നമ്മളിത് കെട്ടിട്ടിട്ടാണ് മടഞ്ഞിട്ടുള്ളത്. അത് കുറച്ചും കൂടെ സ്ട്രോങ് കിട്ടും. അല്ലാതെ ജസ്റ്റ് ചുറ്റി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ രണ്ട് സൈഡും കെട്ടിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും വിട്ടുപോകില്ല. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നമ്മളൊരു എങ്ങനെയാണ് മടഞ്ഞതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാസ്റ്റിക് കയർ കൊണ്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്തേക്കുന്നത് സാധാരണ കയറിൻ്റെ ചകിരിയുടെ കയർ, ചെറിയ ചൂടി എന്ന് നമ്മൾ നാട്ടിലൊക്കെ പറയും, അതിൻ്റെ കയർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ രണ്ട് സൈഡും മെടഞ്ഞിട്ട് ചെയ്യുകയാണ് ചെയ്തത്. വലിയ കയറാകുമ്പോൾ പെട്ടെന്ന് തീരും, പക്ഷേ അതൊരു കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും. ചെറുതാകുമ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് മെടഞ്ഞ് തീരില്ല, പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതുപോലെ നമ്മൾ രണ്ട് സൈഡും ചെയ്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഇത് നമ്മളിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഊഞ്ഞാലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഫുള്ള് മടഞ്ഞിട്ടുള്ള ഇതാണ്. കാരണം വലിയ വീഡിയോ ആയതുകൊണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. കാരണം ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ. ഈ രണ്ട് സൈഡിലും കണ്ട, ഈ സൈഡിലാണ് നമ്മൾ കെട്ടിട്ടിട്ടുള്ളത്. ഉള്ളിൽ നന്നായിട്ട് കവറായിട്ടുണ്ട്. അടുത്തടുത്ത് വരുന്ന വിധത്തിൽ നമ്മൾ ടൈറ്റാക്കി വെച്ച് കൊടുത്താൽ മതി. ഇപ്പുറത്തെ സൈഡും ഉള്ളിലത്തെ സൈഡും നന്നായിട്ട് മെടഞ്ഞ് ഫുള്ള് ആ ടയർ ഫുള്ള് ചുറ്റി വരിഞ്ഞ് കൊണ്ടുവന്നു. പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ കൂടെ ഈ പഴയ കുറച്ച് ബാക്കിയുള്ള പ്ലൈവുഡ്, അത് രണ്ട് സൈഡിലും മേലെയും താഴെയും ആ സെൻറ്റർ
അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ 2 എണ്ണം താഴെയും മുകളിലും ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അടിച്ച് ടൈറ്റാക്കി നല്ല സ്ട്രോങ് ആക്കിയിട്ട് ഫിറ്റ് ചെയ്യും. പിന്നെ ബാക്ക് സൈഡ് നമ്മൾ സ്ക്രൂ വെച്ചിട്ട് താഴെ ഭാഗമുള്ള ഇതിൻ്റെ അടിഭാഗമാണ്, നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടിഭാഗം, അത് സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്യും. എല്ലാ ഭാഗത്തും ടയറിന് വലിയ സ്ക്രൂ ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് അവിടെ പിടിച്ചെടുക്കും. ഇതാണ് നമുക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ 4 കയറ്, അതായത് ഇരിക്കുന്ന ഭാഗം മുകളിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ട്, ഇത് നമ്മൾ ശരിക്ക് ആദ്യം തന്നെ ഹോൾസ് ഉണ്ടാക്കിയിട്ട് കയറിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത് നമ്മൾ ആദ്യം അങ്ങനെ ഓർത്തില്ലായിരുന്നു, അതിനുശേഷം നമുക്ക് പണി പാളിയത് മനസ്സിലായത്. അതുകൊണ്ട് എന്നിട്ട് നമ്മളെന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഹോൾസ് ഉണ്ടാക്കി ഇതുപോലെ കയറ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വലിച്ച് മുകളിലേക്ക് എടുക്കുക ചെയ്തത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒന്നും, എന്നാലും കുഴപ്പമില്ലാതെ എല്ലാ സൈഡിലോട്ട്. ഇത് മടയുന്നതിന് മുന്നേ, കയറൊക്കെ ചൂടിയൊക്കെ മടയുന്നതിന് മുന്നേ ഹോൾസ് ഇട്ട് ഈ കയറിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇത്രയും പണി ഉണ്ടാവില്ല, ഈ കഷ്ടപ്പാടുണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ അവസാനമാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ഏത് വിധത്തിലും ചെയ്യാം. 4 ഹോൾസ്, ചെറിയ 2 സൈഡും അപ്പുറം ഇപ്പുറം 4 ഹോൾസ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പ്ലാസ്റ്റിക്കിൻ്റെ കയറാണ്, കുറച്ചും കൂടെ സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാവരും ഇരിക്കുന്നതല്ലേ, അപ്പം വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ്, 4 കയറ് 4 സൈഡിലോട്ട് ഇട്ട് കൊടുത്തു. അത് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ആ ഒരു എൻഡ് ഭാഗം, നമ്മൾ കയറിൻ്റെ 2 എൻഡ് ഭാഗം നമ്മളിതുപോലെ
കെട്ട് കമ്പി ഉപയോഗിച്ചു, അതായത് വാർപ്പിനെല്ലാം നമ്മൾ മെറ്റലൊക്കെ കമ്പിയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന വാർപ്പിൻ്റെ കമ്പി ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്ട്രോങ്ങിൽ കെട്ടി വെച്ചു. അല്ലെങ്കിൽ ചിലപ്പോൾ ഊരി പോകും. കാരണം കുട്ടികളൊക്കെ ഇരുന്ന് ആടുന്ന സമയത്ത് നല്ല സ്ട്രോങ്ങിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ഊരിയിട്ട് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് സ്ട്രോങ്ങിൽ സേഫായിട്ട് കെട്ടി വെച്ചു. നല്ല ആ കയറിൻ്റെ മടക്കിനനുസരിച്ച് തന്നെ നമ്മൾ വരിഞ്ഞ് നന്നായിട്ട് കെട്ടി ടൈറ്റാക്കി വെച്ചു. ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഊനാലിൻ്റെ സീറ്റിംഗ് പോർഷൻ റെഡിയായി. ഇനി ഇത് നമ്മൾ തൂക്കിയിടുക വേണ്ടുള്ളൂ. തൂക്കിയിടുക, ഉപയോഗിക്കുക. ഇപ്പോൾ നല്ല സ്ട്രോങ്ങിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 2-3 കെട്ട് കമ്പി ഉപയോഗിച്ചിട്ട് കെട്ടിയാൽ കുറച്ചും കൂടെ സ്ട്രോങ് കിട്ടും. നമ്മളിത് 2-3 വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചുറ്റി വരിഞ്ഞ് അത് അടിഭാഗത്ത് സ്ട്രോങ് ആക്കി കെട്ടി വെച്ചു. ഇപ്പോൾ നമ്മുടെ ഊനാല് റെഡി ആയിട്ടുണ്ട്. മേലെ സീറ്റ് ഇട്ടു, താഴെ ഭാഗം നമ്മൾ കെട്ടി ഇതുപോലെ. ഇനി ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമുക്കെല്ലാവർക്കും ഉപയോഗിക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണിത്. പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന കുറേ പഴയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്കിപ്പോൾ ടയറൊക്കെ നമ്മൾ കളയുന്നതാണ്. അതിൻ്റെ മുകളിൽ നമ്മളെ ഹുക്കിൽ ഇട്ടിട്ട് നന്നായിട്ട് കെട്ടി ഇനി കുട്ടികൾക്ക് ആടാൻ വേണ്ടി വെച്ചു കൊടുക്കും. ചെറിയ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ അല്ലേ, അപ്പോൾ അതിലിരുന്ന് പഠിക്കുക, വെറുതെ ഇങ്ങനെ ആടിയിട്ട് പഠിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾ. ഇപ്പോൾ ഇതിന് അടിപിടിയാണ് ഇവിടെ. കാരണം ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ ടൈമിങ് വെച്ചിട്ടാണ് ഇപ്പം ഇവരിത് ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഐറ്റംസാണ്. അത് വെച്ചിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ഇടുക. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതുപോലെ പുതുതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ കമൻ്റ് ഇടുക. നിങ്ങളെ സുഹൃത്തുക്കൾക്കും ഫാമിലിയിലും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യാം. ചാനലിൻ്റെ പേരാണ് നിമ്മൂസ് വേൾഡ്. എല്ലാവരും ഈ വീഡിയോ കാണും. ഇതുപോലെ നല്ല ഐഡിയാസ് നിങ്ങളെടുത്തുണ്ടെങ്കിൽ അത് നമുക്ക് അറിയിക്കാം. നമ്മളത് ഉണ്ടാക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.